ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാവയ്ക്കയും അതുപോലെ തന്നെ ഉണക്കമീനും ചേർത്തിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പാവയ്ക്കയും പിന്നെ ഉണക്കമീനുമാണ്. ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ചെറിയ മീൻ, അയല, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുള്ളൻ മീനാണ് കേട്ടോ. അരമുറി പാവയ്ക്കൊക്കെയാണ് ഈ ഒരു 4 ഉണക്കമീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണക്കമീൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പാവയ്ക്ക ആദ്യം തന്നെ അരിഞ്ഞെടുക്കാം. പാവയ്ക്ക അരിയുമ്പം നമ്മൾ ഒരുപാട് ചെറുതായിട്ട് അരിയണ്ട. നമ്മൾ ഈ തോരനൊക്കെ അരിയണ രീതിയിൽ അരയണ്ടെന്നല്ല, അരിയണ്ട കേട്ടോ. അപ്പം നമുക്ക് ചെറിയ കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ഇഞ്ച് നീളത്തിൽ എന്നൊക്കെ പറയാം കേട്ടോ. ഏകദേശം ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ്പ് കറിക്കകത്ത് വരികയില്ലെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. പക്ഷേ ഈ ഒരു കറിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറിയൊരു ഒരുപാട് കയ്പൊന്നും ഈ കറിക്കില്ല. പക്ഷേ നമ്മളിതിൻ്റെ കൂടെ ഉപ്പുമീനും കൂടി ഇടുമ്പോൾ ഉപ്പുമീൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചെന്നിട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ അമ്മമാരുടെ ഒരു നാടൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഈ പാവയ്ക്ക തീയലൊക്കെ വെക്കുന്നേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് തോരനെടുക്കുന്നതൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്യണ്ട. നമുക്കിത് ഡയറക്റ്റ് തന്നെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉപ്പ് ചേർക്കണ്ട. നമ്മളിതവിടെ ഉപ്പുമീനാണല്ലോ ഇതിനകത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡീഷണലായിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട. നമ്മൾ കറിയൊക്കെ വെന്ത് വന്ന് കഴിയുമ്പം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉപ്പുമീൻ ഇട്ടിട്ടുള്ള കറികളിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഉപ്പ് മുമ്പിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് മീൻ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് പച്ചമുളക് നമ്മൾ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുളക് പൊടി നമ്മുടെ എരിവിന് എത്രയാണോ ആവശ്യമുള്ളത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. ഞാനിവിടെ 1 ടീസ്പൂൺ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് എരിവുള്ളതാണെങ്കിൽ അനുസരിച്ച് കുറച്ചെടുക്കാമെന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു കുടംപുളി 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള കുടംപുളിയാണ്. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ളതായിരുന്നു. അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 2 തണ്ട് കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെകക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് നമുക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അതല്ല എങ്കിൽ ആദ്യം പാവയ്ക്ക വേവിച്ച് പതിയൊന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ മീനിട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ പുളിയൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വെന്ത് വരണം. മീനിൻ്റെ വേവ് പിന്നെ അറിയാലോ, പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന സംഭവമാണ് മീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മീനിന് ഒത്തിരി വേവുണ്ടാവില്ല, പാവയ്ക്കൊക്കെയാണ് ഇച്ചിരി ഒരു വേവുണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മുറി തേങ്ങയാണ്. ഇപ്പോൾ കൈപ്പിടി അളവ് പറയുവാണെങ്കിൽ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൊഴാന്നിരിക്കുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ് എടുക്കുന്നത്. തേങ്ങ കുറച്ചുകൂടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. 2-3 ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. വേറൊന്നും ഈ അരപ്പിൻ്റെ കൂടെ ചേർക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി പാവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം നമുക്ക് അഡീഷണലായിട്ട് ചേർക്കാം. അത്യാവശ്യം കുറുകുറാന്നിരിക്കുന്ന കറിയാണ് ഇതിന് ടേസ്റ്റായിട്ട് വരിക. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ. അതിന് കറക്റ്റ് അളവൊന്നുമില്ല. നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ
വെള്ളം ഒരുപാട് ആവാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കാത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ജാറിന് ഒരു അര ജാറ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ അത്യാവശ്യം കുറുകിയാണ് കറി ഇരിക്കുന്നത്. ആ ഒരു പാകമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കറി ഒരു 1/4 പണിയോളം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്ത് കറി കഴിക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. പതിയൊന്ന് തിളച്ച് വന്നാൽ മതി. ചട്ടി ആയതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചാലും കുറച്ച് നേരത്തേക്ക് ഇതിങ്ങനെ ഇരുന്ന് തിളയ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിയിട്ട് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. എന്നിട്ടത് പൊട്ടി വന്നു കഴിയുമ്പം 1-2 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടുക് താളിക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി അല്ലേ, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പാവയ്ക്കയുടെ കയ്പൊന്നുമില്ല, അമീൻ്റെ ഫ്ലേവറും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് മാത്രം മതിയാവും നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും. നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്